വക്ഷി ബിൻ ഹർബ് റളിയല്ലാഹു അൻഹു. വക്ഷി റളിയല്ലാഹുവിൻ്റെ പേര് കേൾക്കുമ്പോൾ നാം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പിതൃവേൻ ഹംസ റളിയല്ലാഹുവിനെ ഓർക്കുന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വിശാലമായ മഹാമനസ്കതയെക്കുറിച്ചും നമ്മൾ ഓർക്കുന്നു. ബനു നൗഫൽ ഗോത്രക്കാരനായ ജുബൈർ ബിൻ മുത്ഇമിൻ്റെ അടിമയായിരുന്നു നീഗ്രോ വംശജനായ വക്ഷി റളിയല്ലാഹു അൻഹു. ആയോധന കലകളിൽ നിപുണനും വളരെ ധൈര്യശാലിയും അതിശക്തനുമായിരുന്നു വക്ഷി റളിയല്ലാഹു അൻഹു. ബദറിൽ പരാജയമേറ്റ ഖുറൈശികൾ പ്രതികാരത്തിനൊരുങ്ങി. സർവശക്തിയും സംഭരിച്ചു. പിതാക്കളും പുത്രന്മാരും സഹോദരന്മാരും നഷ്ടപ്പെട്ട ദുഃഖാർത്ഥരായ ഇക്രിമത്ത് ബിൻ അബി ജഹൽ, സുഫ്വാൻ ബിൻ ഉമയ്യ, അബ്ദുല്ലാഹി ബിൻ അബി റബിയ പോലെയുള്ളവർ പ്രതികാരമൂർത്തികളായിരുന്നു. ഇവരൊക്കെ മുൻപന്തിയിൽ തന്നെ ഉണ്ടായിരുന്നു. ഖുറൈശി സൈന്യം പുറപ്പെടാനായപ്പോൾ ജുബൈർ തൻ്റെ അടിമയായ വക്ഷി റളിയല്ലാഹുവിനെ വിളിച്ചു. ഇങ്ങനെ പറഞ്ഞു: വക്ഷി, നീ സൈന്യത്തോടൊപ്പം പുറപ്പെടണം. എൻ്റെ പിതൃവേൻ തുഹൈമത്ത് ബിൻ അദിയിനെ ബദറിൽ വെച്ച് വധിച്ചതിന് പ്രതികാരമായി മുഹമ്മദിൻ്റെ പിതൃവേൻ ഹംസയെ നീ വധിക്കണം റളിയല്ലാഹു അൻഹു. എങ്കിൽ അതിന് പ്രതിഫലമായി നിന്നെ ഞാൻ അടിമത്തത്തിൽ നിന്ന് മോചിപ്പിക്കും. അടിമത്തത്തിൽ നിന്നുള്ള മോചനം എല്ലാവരെയും പോലെ വക്ഷി റളിയല്ലാഹുവിൻ്റെയും വലിയൊരു സ്വപ്നമായിരുന്നു. തൻ്റെ യജമാനൻ്റെ വാക്തത്വം വക്ഷി റളിയല്ലാഹുവിനെ വളരെ ആനന്ദവാനാക്കി. മനക്കോട്ടകളുമായി സൈനികരുടെ കൂടെ അദ്ദേഹവും പുറപ്പെട്ടു. 3000-ഓളം വരുന്ന ഒരു വലിയ സൈന്യസംഘമായിരുന്നു അന്ന് ഉഹദിലേക്ക് നീങ്ങിയത്. മക്കയിലെ പ്രമുഖരും സുന്ദരിമാരായ തരുണികളും ഉണ്ടായിരുന്നു. ജനനായകനായ അബൂ സുഫിയാനും ഭാര്യ ഹിന്ദും, അബൂജഹലിൻ്റെ പുത്രൻ ഇക്രിമയും ഭാര്യ ഉമ്മു ഹക്കീമയും, ഹാരിസ് ബിൻ ഹിഷാമും ഭാര്യ ഫാത്തിമയും, സുഫ്വാൻ ബിൻ ഉമയ്യയും ഭാര്യ ബർസത്തും, ഇങ്ങനെ പലരും അതിലുണ്ടായിരുന്നു. അബൂ സുഫിയാൻ്റെ ഭാര്യ ഹിന്ദ് പ്രതികാരത്തിൻ്റെ തീജ്വാലയിൽ കിടന്ന് തിളക്കുകയായിരുന്നു. വളരെ ദേഷ്യമുണ്ടായിരുന്നു. തൻ്റെ പിതാവും പിതൃവ്യനും സഹോദരനും പുത്രനുമെല്ലാം നഷ്ടപ്പെട്ടത് ബദറിൽ വെച്ചായിരുന്നു. അവരിൽ പലരെയും വകവരുത്തിയത് ഹംസ റളിയല്ലാഹു അൻഹു ആയിരുന്നു. ഹിന്ദ് വക്ഷിയോട് പറഞ്ഞു: നിനക്ക് ഹംസയെ വധിക്കാൻ സാധിച്ചാൽ വിലപിടിപ്പുള്ള എൻ്റെ ആഭരണങ്ങളെല്ലാം ഞാൻ നിനക്ക് സമ്മാനമായി നൽകും. അങ്ങനെ മോചനവും ധനവുമൊക്കെ കൊതിച്ച വക്ഷിയുടെ ഏക ലക്ഷ്യം ഹംസ റളിയല്ലാഹു അൻഹുവിൻ്റെ വധം മാത്രമായിരുന്നു. വക്ഷി റളിയല്ലാഹു അൻഹു പറയുന്നുണ്ട്, യുദ്ധക്കളത്തിൽ ഹംസ റളിയല്ലാഹു അൻഹു പൊരിഞ്ഞു പൊരുതുകയായിരുന്നു, ഒരു പൊടി പുരണ്ട ഒട്ടകം പോലെ. അതിനിടയിൽ സിബാ ഇബ്നു അബ്ദുൽ ഉസ്സ അദ്ദേഹത്തിൻ്റെ അടുത്തേക്ക് ചെന്നു. ഞൊടിയിടയിൽ അയാളുടെ തല തെറിക്കപ്പെട്ടു. ഞാൻ ഒളിഞ്ഞു നിന്ന് തക്കം നോക്കി എൻ്റെ ചാട്ടുളിയെടുത്ത് ശക്തിയായൊരു ഏറ് കൊടുത്തു. ഉന്നമ്പിയേക്കാതെ അത് ഹംസ റളിയല്ലാഹു അൻഹുവിൻ്റെ നാഭിയിലായി നിറങ്ങി കാലുകൾക്കിടയിലൂടെ പുറപ്പെട്ടു. ആയുധമേറ്റ അദ്ദേഹം എൻ്റെ നേരെ കുതിച്ചു വന്നു. സമീപത്തെത്തുന്നതിന് മുമ്പ് തന്നെ അദ്ദേഹം വീണുപോയി. അവിടെ കിടന്ന് അദ്ദേഹം രക്തസാക്ഷിയായി. ഞാൻ മെല്ലെ അടുത്തു ചെന്ന് എൻ്റെ ആയുധം വലിച്ചെടുത്തു. എൻ്റെ ഏക ലക്ഷ്യം പൂർത്തിയായതോടെ ഞാൻ യുദ്ധക്കളത്തിൽ നിന്നും താവളത്തിലേക്ക് മടങ്ങി. ഇത് പറഞ്ഞതും വക്ഷി റളിയല്ലാഹു അൻഹു വിതുമ്പി കരയാൻ തുടങ്ങി. ജുബൈർ വാക്കു പാലിച്ചു. വക്ഷി സ്വതന്ത്രനായി. ഹിന്ദ് അവളുടെ പാദസരവും പതക്കവും താലിയും അയച്ച് വക്ഷി റളിയല്ലാഹു അൻഹുവിന് നൽകി. വക്ഷി റളിയല്ലാഹു അൻഹു മക്കയിൽ മടങ്ങിയെത്തി. ഇന്ന് അദ്ദേഹം സ്വതന്ത്രനാണ്. പക്ഷേ ആരുമല്ല. മക്കയിൽ പ്രമാണിമാർക്കിടയിൽ ഒരടിമയെപ്പോലെ അദ്ദേഹം പിന്നെയും ഒരുപാട് കാലം ജീവിച്ചു, അപ്രശസ്തനും നീചനുമായിക്കൊണ്ട്. അതിനിടയിൽ മക്ക മുസ്ലിമീങ്ങൾക്ക് അധീനമായി. മക്ക മുസ്ലിങ്ങൾ കീഴടക്കി. വിശാലമായ ഇസ്ലാമിക ചക്രവാളം അദ്ദേഹത്തിന് ഒരു വലിയ കാരാഗ്രഹം പോലെ കുടുസായിരുന്നു. വക്ഷി റളിയല്ലാഹു അൻഹു ത്വായിഫിലേക്ക് ഓടിപ്പോയി. അവിടെ താമസിച്ചു. അധിക നാൾ കഴിഞ്ഞില്ല, ത്വായിഫിലും ഇസ്ലാമിൻ്റെ സ്വാധീനം വ്യാപിച്ചു. ഗത്യന്തരമില്ലാതെ അദ്ദേഹം അവിടെ നിന്നും ഓടിപ്പോകാൻ ഒരുങ്ങി. സിറിയയിലേക്കോ യമനിലേക്കോ രക്ഷപ്പെടണമെന്നായിരുന്നു അദ്ദേഹത്തിൻ്റെ ആഗ്രഹം. അദ്ദേഹത്തിൻ്റെ ഒരു ഗുണകാംക്ഷി അദ്ദേഹത്തോട് ഇങ്ങനെ പറഞ്ഞു: മുഹമ്മദ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മഹാമനസ്കനാണ്, നിനക്കെന്തായാലും മാപ്പ് തരും. ഇസ്ലാം മതം സ്വീകരിക്കുന്നതിന് മുമ്പുള്ള പാപങ്ങൾ എത്ര വലുതാണെങ്കിലും അത് അള്ളാഹു പുറത്തു കൊടുക്കുകയും ചെയ്യും. പരിശുദ്ധ ഖുർആൻ വചനം
വക്ഷി റളിയല്ലാഹു കേട്ടു. സ്വന്തം ആത്മാവിനോട് അതിരുകവിഞ്ഞ അതിക്രമം പ്രവർത്തിച്ച എൻ്റെ അടിമകളോട് നിങ്ങൾ പറയുക, അള്ളാഹുവിൻ്റെ കാരുണ്യത്തെക്കുറിച്ച് നിങ്ങൾ നിരാശരാവരുത്. നിശ്ചയം അള്ളാഹു എല്ലാ പാപങ്ങളും പുറത്തു കൊടുക്കുന്നവനാകുന്നു. അദ്ദേഹം നേരെ മദീനയിലേക്ക് പോയി. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മുമ്പിൽ ചെന്ന് വിശ്വാസം പ്രഖ്യാപിച്ചു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ചോദിച്ചു, നീയാണോ ഹംസയുടെ ഘാതകൻ? അദ്ദേഹം അതെ എന്ന് പറഞ്ഞു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ആ സംഭവം ഒന്ന് വിവരിക്കാൻ വക്ഷി റളിയല്ലാഹുവിനോട് ആവശ്യപ്പെട്ടു. വക്ഷി കഥ വിവരിച്ചു കൊടുത്തു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു, വക്ഷി, നീ ഒരിക്കലും എൻ്റെ കൺമുമ്പിൽ പ്രത്യക്ഷപ്പെടരുത്. എനിക്ക് നിൻ്റെ മുഖം നോക്കാൻ കഴിയുന്നില്ല. പ്രിയപ്പെട്ട പിതൃവിനെക്കുറിച്ചുള്ള ദുഃഖസ്മരണകൾ ആവർത്തിക്കാതിരിക്കാനായിരിക്കും അങ്ങനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞത്. വക്ഷി റളിയല്ലാഹു പറയുന്നുണ്ട്, പിന്നീട് ഒരിക്കലും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ എന്നെ കാണാതിരിക്കാൻ അദ്ദേഹത്തിൻ്റെ വഫാത്ത് വരെ ഞാൻ ഒഴിഞ്ഞു മാറിക്കൊണ്ടിരിക്കുമായിരുന്നു. മദീനയിൽ വക്ഷി റളിയല്ലാഹു ഒരു ബന്ധിതനായ അടിമയെപ്പോലെ ഒരുപാട് കാലം ജീവിച്ചു. സ്വതന്ത്രനായിരുന്നാലും അദ്ദേഹത്തിന് താനൊരു അടിമയാണ്, ഒരു ബന്ദിയാണ് എന്ന് തോന്നിക്കപ്പെട്ടു. ഇസ്ലാമിനും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്കും താൻ ഏൽപ്പിച്ച മാരകമായ വ്രണത്തെക്കുറിച്ച് അദ്ദേഹം സദാ അസ്വസ്ഥനായിരുന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ മരണത്തിന് ശേഷം റോമാ സാമ്രാജ്യത്തോട് മുസ്ലിങ്ങൾ നടത്തിയ ചരിത്രപ്രസിദ്ധമായ സ്മരണകളിൽ അദ്ദേഹത്തിൻ്റെ പങ്ക് സ്തുത്യർഹമായി നിർവഹിച്ചു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മരണത്തിന് ശേഷം അറേബ്യൻ അർദ്ധദ്വീപിൽ തലപൊക്കിയ അർദ്ധചിത്രതകളിൽ ഏറ്റവും വിനാശഭാവം പൂണ്ടതായിരുന്നു മുസൈലിമയുടെ പുറപ്പാട്. മുസൈലിമത്തുൽ ഖദ്ദാബ്, താൻ നബിയാണെന്ന് വാദിച്ച ഒരാൾ. അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിൻ്റെ ഭരണകാലത്ത് യമാമയിൽ മുസൈലിമയുമായി മുസ്ലിം സൈന്യം കടുത്ത പരീക്ഷണത്തിന് വിധേയരായി. വക്ഷി റളിയല്ലാഹു അൻഹു ആ സംഭവം വിവരിക്കുന്നത് ഇങ്ങനെയാണ്: ഞങ്ങൾ അതിശക്തമായ പരീക്ഷണത്തിന് വിധേയരായി. 3 പ്രാവശ്യം പരാജയപ്പെട്ടു. മുസ്ലിങ്ങൾ പിന്തിരിഞ്ഞോടുക തന്നെ ചെയ്തു. പിന്നീട് ഞങ്ങൾ പാദമുറപ്പിച്ചു. വാളിനു മുമ്പിൽ ക്ഷമ അവലംബിച്ചു. ബനു ഉമയ്യയുടെയും ഞങ്ങളുടെയും വാളുകൾ തമ്മിൽ കൂട്ടിമുട്ടി തീപ്പൊരിയുതിർത്തു. അള്ളാഹുവിൻ്റെ സഹായം ഞങ്ങൾക്ക് ലഭിച്ചു. അവർ പരാജിതരായി. അന്നേരത്ത് വാൾപ്പിടിയിലൂടെ ഉതിർന്ന ശത്രുക്കളുടെ രക്തം എൻ്റെ കയ്യിൽ കട്ട പിടിച്ചുകൊണ്ടിരുന്നു. യുദ്ധം അവസാനിക്കാറായപ്പോൾ ഞാൻ മുസൈലിമയെ കണ്ടു. തൊട്ടടുത്ത് ഒരു അൻസാരി യോദ്ധാവ് നിൽക്കുന്നുണ്ടായിരുന്നു. അയാളുടെ ലക്ഷ്യവും മുസൈലിമ തന്നെയായിരുന്നു. ഞാൻ എൻ്റെ ചട്ടുളിയെടുത്ത് എറിഞ്ഞു. അത് ഉന്നം പേച്ചില്ല. കൂടെ അൻസാരി യോദ്ധാവിൻ്റെ വെട്ടും ഞങ്ങളിൽ ആരാണ് അവൻ്റെ കഥ കഴിച്ചത് എന്ന് അള്ളാഹുവിനെ അറിയുകയുള്ളൂ. എങ്കിലും കൂടാരത്തിൽ നിന്ന് ഒരു സ്ത്രീ പറയുന്നത് ഞാൻ കേട്ടു. ആ നീഗ്രോ അടിമയാണ് മുസൈലിമയെ കൊന്നത്. ബസറയിൽ വെച്ച് എൻ്റെ ഒരു സുഹൃത്ത് ഹസ്സാൻ ബിൻ സാബിത്ത് റളിയല്ലാഹു അൻഹു ഹംസയെക്കുറിച്ച് പാടിയൊരു വിലാപഗാനം വക്ഷി റളിയല്ലാഹു അൻഹുവെ കേൾപ്പിച്ചു. അദ്ദേഹം പൊട്ടിക്കരഞ്ഞുകൊണ്ട് പറഞ്ഞു, എൻ്റെ ജാഹിലിയ കാലത്ത് ഞാൻ ഉത്തമനായ ഹംസ റളിയല്ലാഹു അൻഹുവിനെ കൊന്നു. ഇസ്ലാമിൽ പ്രവേശിച്ച ശേഷം അധമനായ മുസൈലിമയെയും. എൻ്റെ മഹാപാപത്തിന് പ്രായശ്ചിത്തമായി അള്ളാഹു ഇത് സ്വീകരിച്ചിരുന്നെങ്കിൽ എന്ന് ഞാൻ ആഗ്രഹിക്കുന്നു. വക്ഷി റളിയല്ലാഹു അൻഹു തൻ്റെ അന്ത്യകാലം ഹിമ്മസിൽ താമസമാക്കി. ഉസ്മാൻ റളിയല്ലാഹു അൻഹുവിൻ്റെ ഭരണകാലത്ത് അവിടെ വെച്ച് അദ്ദേഹം മരണമടയുകയും ചെയ്തു. അടുത്തൊരു ചരിത്രവുമായി നമുക്ക് വീണ്ടും കാണാം. അതുവരെ അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.